ഉത്തരം പറയാനാണ് ഉത്തരം പറയാനാണ് നിങ്ങൾ വീട് എവിടെയാണ് ഏതാ നാട് ഏതാ നാട്. പാനൂരിലെ ബോംബ് സ്ഫോടനത്തെക്കുറിച്ചാണ് മുഖ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. ആ ചോദ്യത്തിന് മറ്റൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം മറ്റൊന്നുമല്ല, ആ സംഭവത്തെ CPIM തള്ളിപ്പറഞ്ഞിരുന്നു. എന്നാൽ അവിടെ CPIM നേതാക്കൾ സന്ദർശിച്ചുവല്ലോ, അതെന്തിനാണ് സന്ദർശിച്ചത്? അപ്പോൾ തള്ളിപ്പറയുന്നു ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അംഗീകരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതിന് പിറകിൽ CPIM അല്ലേ എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് മാധ്യമപ്രവർത്തകൻ നടത്തിയത്. അതിന് കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ. അതുകൂടി നമുക്ക് കേൾക്കാം. പാനൂർ സംഭവത്തിലെ CPIM നേതാക്കൾക്ക് പങ്കില്ലെന്ന് പറയുമ്പോൾ തന്നെ ഇന്നലെ കൊല്ലപ്പെട്ട ആളുടെ വീട്ടിൽ CPIM ഉത്തരം പറയാനാണ് ഉത്തരം പറയാനാണ് നിങ്ങൾ വീട് എവിടെയാണ് ഏതാ നാട് ഏതാ നാട്. നിങ്ങളുടെ വീട്ടിന്റെ അടുത്ത് ഒരാള് കുറ്റം ആ വീട്ടിലുള്ള വീട്ടുകാർ അവിടെ മരിച്ചവർക്ക് പുറമെയുള്ള മറ്റു ആളുകൾ നിങ്ങളുടെ തൊട്ടടുത്താണ് നിങ്ങളോടൊപ്പം. സാധാരണ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായിട്ട് സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നാട്ടിൽ നടക്കാറില്ല. അതിന്റെ അർത്ഥം കുറ്റത്തോട് സമീപനമുണ്ട്, കുറ്റത്തോട് ഒരു തരത്തിലുള്ള ദുസ്സമീപനമുണ്ട്. പക്ഷെ മനുഷ്യരെപ്പോഴും മനുഷ്യത്വം പാലിച്ചു പോകുന്നതാണ് അതിന്റെ ഭാഗമായിട്ട് കാര്യങ്ങളുണ്ട്. ഇത് സാധാരണഗതിയിൽ അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിലെ ബോധമുക്കളുടെ യാതൊരു ആവശ്യമില്ല. നിയമപരമായിട്ട് നടപടികളുടെ കാര്യങ്ങൾ അത് ശക്തമായിട്ടുള്ള നടപടികളുണ്ട്. അതിനകത്തൊന്നും രാഷ്ട്രീയമായ കാര്യങ്ങൾ പറയുന്നില്ല. തെറ്റാണ് ചെയ്തിട്ടുള്ളത്, ആ തെറ്റ് ചെയ്തവർക്കെതിരെ നടപടികൾ. മുഖ്യമന്ത്രി പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു നാട്, ആ നാട്ടിലെ ഒരു വീട്ടിൽ ഒരു ദുരന്തം നടക്കുന്നു. ആ ദുരന്തം നടന്ന ഇടത്തേക്ക് നാട്ടുകാർ പോകും. അത് CPIM പ്രവർത്തകരുണ്ടാകും. ആ പ്രദേശത്തെ CPIM നേതാക്കളും ഉണ്ടാകും. അത് സ്വാഭാവികമാണ്, പോകേണ്ടതാണ്. ആ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കേണ്ടതാണ്. അതാണ് നാട്ടിൽ നടക്കുന്ന സാധാരണ രീതി. അതിന് പുറകിലും രാഷ്ട്രീയം കാണുകയാണ് നിങ്ങൾ. കാരണം ഈ സംഭവം CPIM തീരുമാനിച്ച് നടത്തിയതാണ് എന്നും അത് ഇലക്ഷനിൽ വലിയ പ്രചരണമാക്കി മാറ്റുകയും അത് UDFന് അനുകൂലമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും. അത് നമ്മുടെ മാധ്യമങ്ങളുടെ രീതിയാണ്. അതാണ് ഇവിടെ കാണുകയും ചെയ്യുന്നത്. അതിനൊപ്പം UDF നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ നാട്ടിൽ ഒരു ദുരന്തം നടന്നാൽ ആ ദുരന്ത സ്ഥലത്തേക്ക് പിന്നെ ആരാണ് പോകേണ്ടത്? അവിടെ CPIM പ്രവർത്തകർ മാത്രമുള്ള ഒരു നാടാണെങ്കിൽ അവിടെ CPIM പ്രവർത്തകർ പോകേണ്ടേ? അവരെ സഹായിക്കേണ്ടേ? അവരോടൊപ്പം നിൽക്കണ്ടേ? ആ ദുഃഖത്തിൽ പങ്കുചേരേണ്ടേ? ഇതാണ് മുഖ്യമന്ത്രി ചോദിക്കുന്ന ചോദ്യം. അതുതന്നെയാണ് CPIM നേതാക്കളും ചോദിക്കുന്നത്. അതുകൊണ്ട് വീട്ടിലേക്ക് CPIM നേതാക്കൾ പോയതിൽ യാതൊരു തെറ്റുമില്ല. ഇനിയും പോകും, അവരെ ആശ്വസിപ്പിക്കും, ആ കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും എന്ന് കൃത്യമായി പറയുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള CPIM നേതാക്കൾ. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്ററും ഇതേ അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട്. ഒരു നാട്ടിലൊരു സംഭവം നടന്നാൽ, ഒരു ദുരന്തം നടന്നാൽ അവിടെ എത്തിച്ചേരുകയും അവരെ സഹായിക്കുകയും ചെയ്താൽ അതെങ്ങനെയാണ് കുറ്റകൃത്യമാവുക? ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്താൽ എന്ന് വെച്ചാൽ ബോംബ് പൊട്ടി ചിതറിക്കിടക്കുന്ന അല്ലെങ്കിൽ പരിക്കേറ്റ് കിടക്കുന്ന അവരെ ആശുപത്രിയിൽ എത്തിച്ചാൽ അതെങ്ങനെയാണ് കുറ്റകൃത്യത്തിന്റെ ഭാഗമാവുക? ഈ ചോദ്യമാണ് MP ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ചത് പൊതുയോഗത്തിൽ. അതുകൊണ്ട് CPIM പ്രവർത്തകരെയും നേതാക്കളെയും അവിടെ ഓടിയെത്തിയവരെ, അവരെ സഹായിച്ചവരെ, അവരെ ആശുപത്രിയിലേക്ക് നീക്കിയവരെ ഒക്കെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള പോലീസിന്റെ വ്യഗ്രത അത് ശരിയല്ല എന്നും അത് പരിശോധിക്കണമെന്നും MP ഗോവിന്ദൻ മാസ്റ്ററും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഈ പ്രശ്നത്തെ ഒരു വലിയ ഇലക്ഷൻ ചർച്ചയാക്കി മാറ്റാൻ, ഇതിലൂടെ കൈവിട്ടു പോകുന്ന വടകരയും കണ്ണൂരും തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസും UDFും നടത്തുന്നുണ്ട്. അതിന് കേരളത്തിലെ മാധ്യമങ്ങൾ സർവ്വവിധ പിന്തുണയും നൽകുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ എങ്ങനെ പോകും, എങ്ങോട്ട് പോകുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാം. ഇപ്പോൾ കേരളത്തിലെ സജീവമായ ഇലക്ഷൻ വിഷയമായി, തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി ബോംബ് സ്ഫോടനം മാറിയിട്ടുണ്ട്. മാറ്റാനുള്ള തീവ്ര ശ്രമം UDF നടത്തുന്നു. അതിന് മാധ്യമങ്ങൾ പിന്തുണയും നൽകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് CPIMന്റെ മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്ത് ഇറങ്ങുന്നത്.